ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊരു പക്ഷേ ഭൗതികമായി കാണുന്ന മേൽമൂടികളെ മാത്രം വിലയിരുത്തിയിട്ട് അയാൾ സുഖത്തിലാണ് ജീവിക്കുന്നത് എന്നാലും ധരിക്കരുത്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ടാകും, കുടുംബപരമായി വിഷമിക്കുന്നവരുണ്ടാകും, മക്കളുടെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകും, സാമ്പത്തികമായി ഞെരുക്കത്തിൽ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, രോഗങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത വിധം ഒതുക്കി വെച്ചുകൊണ്ട് അതിൻ്റെ വേദനകൾ നിന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും, കുടുംബപരമായി ഭാര്യയുമായി അത്ര ഒക്കാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നവരുണ്ടാകും, ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരുണ്ടാകും, അയൽവാസികളുടെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, ജോലി സ്ഥലങ്ങളിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ഇങ്ങനെ നമ്മൾ ജീവിതത്തിലെ എല്ലാ തുറകളിൽ ജീവിക്കുന്ന ആളുകളെ പരിശോധിച്ചാലും ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവൻ പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ആരും സന്തോഷത്തിനും റാഹത്തിലുമാണ് എന്നാലും ധരിക്കരുത്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് വിശ്വാസത്തിൽ കൂടുതലുണ്ടാകുന്നുവോ, ഈമാൻ വർദ്ധിക്കുന്നുവോ, അതിനനുസരിച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ തരണം ചെയ്തവർ അമ്പിയാക്കളായിരിക്കും. അവർക്ക് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളെ നേരിടുന്നത് ഫഅംസലുക്കും എന്ന്. അതായത് അമ്പിയാക്കളാകുന്ന നബിമാരോട് ഏറ്റവും കൂടുതൽ തുല്യരായി വരുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരിക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഞാനൊരു മുസ്ലിമല്ലേ, അതുകൊണ്ട് എനിക്ക് മുസ്ലിമായി ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചോളം സുഖകരമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹം അങ്ങനെയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ആയിക്കോണമെന്നില്ല. അങ്ങനെ ആവുകയില്ല എന്ന ഒരു ധാരണ നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരിക്കലും പതറിപ്പോകാതിരിക്കുക. ഇതെൻ്റെ ജീവിതത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്നതാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തുക. അപ്പോഴാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ വിശ്വാസം ഉറക്കുക. എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ ആരാധന നടത്തുന്ന ആളാണ്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ഖുർആൻ ഓതുന്ന ആളാണ്, ഞാൻ ദിക്ർ ചെല്ലുന്ന ആളാണ്, ഞാൻ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നിട്ടും എനിക്കെന്തേ പടച്ചവനെ ഇങ്ങനെ വന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ ആയതുകൊണ്ടാണ് പടച്ചവൻ എന്നെ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം അത്ര കൂടുതൽ അടുക്കുന്നതനുസരിച്ച് കാഠിന്യമേറിയ പരീക്ഷണങ്ങളെ അള്ളാഹുവിനിട്ട് കൊടുക്കും എന്നാണ്. മനസ്സിലായ? അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാത്തവർ മോശക്കാരാണെന്ന് അർത്ഥവും ഇതിനില്ല കേട്ടോ. അവരൊക്കെ മോശക്കാരാണെന്ന് അർത്ഥമൊന്നുമില്ല. എന്നാൽ ഈമാനിക ആവേശം അല്ലെങ്കിൽ ഈമാൻ കൂടുന്നതനുസരിച്ച്, തഖ്വ കൂടുന്നതനുസരിച്ച്, അമലുകൾ കൂടുന്നതനുസരിച്ച്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ഇരിക്കുന്നതനുസരിച്ച് കൊണ്ട് അള്ളാഹു പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവനെ ഒന്ന് മെരുക്കിയെടുക്കാൻ, അവൻ്റെ ഈമാനിനെ സ്ഫുടം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന പ്രക്രിയയാണ്, പ്രോസസ്സാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് അവനിലേക്ക് വരും. ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഇന്ന് പലപ്പോഴും മക്കളുടെ കുടുംബജീവിതത്തെ ഓർത്തുകൊണ്ട് മാതാപിതാക്കൾ ഇന്ന് തീരുന്നുകൊണ്ടിരിക്കുകയാണ്, ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണം വരെയും മക്കളെ വിവാഹം കഴിച്ച് വിട്ടിട്ടും ഒരിക്കലും ഗതിയില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രതിസന്ധിയുടെ മുമ്പിൽ ബാപ്പയുടെയും ഉമ്മയുടെയൊക്കെ വന്ന് പൊട്ടി മക്കൾ കരയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉരുകിത്തീരുന്ന മാതാപിതാക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളെ നിങ്ങളും ജീവിതത്തിൽ വരും എന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. അവർ സുഖത്തിലാണ് ജീവിച്ചത്, അവർ കാണുന്നത് സുഖങ്ങളെയാണ്, സ്വപ്നം. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തു പോകാൻ കഴിയില്ല. അവരൊന്നെ പരാതി പറയും. പരാതി പറയുന്നത് ഒരിക്കലും പരിഹരിക്കപ്പെടാമെന്ന ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ പോലും പരിഹരിക്കപ്പെടുകയില്ല എന്ന തിരിച്ചറിവ് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ പരാജയമാണ്. വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് ആ വിശ്വാസത്തിൻ്റെ അതിൻ്റെ മധുരമാണ് അവർക്ക് നുകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടത്. പകരം നാം ഇന്ന് ഭൗതികതയുടെ പിന്നാലെ പോയപ്പോൾ എങ്ങനെ കാശുണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചു.
എങ്ങനെ വീടുണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചു, എങ്ങനെ ജോലി ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചു, എങ്ങനെ നമ്മുടെ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് വലിയ കുടുംബങ്ങളിൽ വിവാഹം കഴിച്ചുവിട്ടുണ്ട് സുഖലോലുമതിയിൽ അവർ ജീവിക്കുന്നത് കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിന് തേടി നമ്മൾ പോയി ഒരുപാട് വിയർപ്പൊലിപ്പിച്ചു, ഒരുപാട് കാശ് മുടക്കി, ഒരുപാട് ആളുകളുടെ തെറി കേട്ടു, ഒരുപാട് ആളുകളുടെ മുമ്പിൽ വിയർത്തൊലിച്ചു, ഒരുപാട് ആളുകളുടെ മുമ്പിൽ വിഷണ്ണരായി നിൽക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ദീനിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ മധുരം പകർന്നു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കാതെ പോയതിൻ്റെ ഒരു ദുരനുഭവമാണ് ഇന്ന് നമ്മൾ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദന. ഞാൻ പറയുന്നത് അത് എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് അങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിടാത്ത അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരല്ലാത്ത ഒരു മനുഷ്യരെയും ലോകത്ത് കാണാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നുണ്ട്. നമ്മളിലുള്ള പ്രയാസമല്ല മറ്റൊരാളിലുള്ളത്. അവൻ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ സുഖത്തിലാണെന്ന് ആരും വിചാരിക്കരുത്. പുഞ്ചിരി ഈമാനിന്റെ ലക്ഷണമാണ്. എല്ലാ ദുഃഖങ്ങളും ഒതുക്കി വെച്ചുകൊണ്ട് തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സഹോദരനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നതും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരാതി അവനോടല്ല പറയേണ്ടത്, പരാതി ജനങ്ങളോടല്ല പറയേണ്ടത്, പരാതി പറയാനാണ്. അമ്മയുജീബുൽ മുൽതറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂ. ആരാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവിനെ വിളിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ അല്ലാഹു അല്ലാതെ, നാഥനല്ലാതെ മറ്റൊരു രക്ഷിതാവാരാണുള്ളത്? വിശ്വാസികളെ, അതുകൊണ്ട് പ്രയാസം വരുമ്പോ അല്ലാഹുവിനെ വിളിക്കൂ, അവനോട് കാര്യം പറയൂ, അല്ലാഹു നിങ്ങൾക്ക് നടപ്പിലാക്കി തരും. ഏത് ഘട്ടത്തിൽ നടക്കൂല എന്ന് വിചാരിക്കുന്നിടത്തും അല്ലാഹു വിചാരിച്ചാൽ നടക്കൂലേ? വിചാരിച്ചാൽ നടക്കൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ട്? നിങ്ങൾ ആരല്ല? മുഅ്മിനല്ല, അതല്ലേ? ആരെക്കൊണ്ടും കഴിയൂല. പിന്നെ ഞാൻ ദ്വാരുന്നിട്ട് എന്താ കാര്യം? എന്നൊരാളുടെ മനസ്സിൽ അങ്ങനൊരു വിശ്വാസമാണ് വന്നെങ്കിൽ അവൻ മുഅ്മിനല്ല. ആരെക്കൊണ്ടും കഴിയാത്തത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസമാണ് ഓരോ വിശ്വാസിക്കുണ്ടാകുന്നത്. അവനാ മുഅ്മിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനോട് പറ, പാതിരാ സമയത്ത് ആരും കേൾക്കണ്ട, നിന്റെ റബ്ബിനോട് നിന്റെ ആവശ്യങ്ങൾ ചെറുതും വലുതും എല്ലാം റബ്ബിനോട് പറയൂ എന്നാണ് അല്ലാഹു പറയുന്നത്. സിർറൻ വഅലാനിയ, നീ രഹസ്യമായും പറഞ്ഞോളൂ, പരസ്യമായും പറഞ്ഞോളൂ, അല്ലാഹുവിനോട് പറയൂ. എങ്കിൽ അല്ലാഹു നിനക്ക് അത് നിറവേറ്റി തരുക തന്നെ ചെയ്യും. വയക്ഷിഫുസ് സൂ വയജഅലുകും ഖുലഫാൽ അർള്. നീ മരിക്കണമെന്ന് പോലും നീ ആഗ്രഹിച്ചു പോയെങ്കിൽ നിന്റെ നാഥനായ റബ്ബ് നിന്റെ കൂടെ ഉണ്ടടാ. നിന്നെ കൈവടിഞ്ഞാലും, മക്കള് കൈവടിഞ്ഞാലും, ഭാര്യ കൈവടിഞ്ഞാലും, അയൽവാസി കൈവടിഞ്ഞാലും, നിന്റെ കുടുംബക്കാർ മുഴുവൻ നിന്നെ കൈവടിഞ്ഞാലും, നിന്റെ നാട് മുഴുവൻ നിന്നെ ഒഴിവാക്കിയാലും, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നാഥൻ നിന്റെ കർണനരമ്പിനോട് ചേർന്നതിനേക്കാൾ അടുത്തിരിപ്പുണ്ടെന്ന വിശ്വാസമുണ്ടോ മുഅ്മിനേ? അല്ലാഹു തആല അവന്റെ മുഴുവൻ പ്രയാസങ്ങളും മാറ്റിത്തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാ. ഇത് വെറുതെ അങ്ങനെ പറഞ്ഞു പോവല്ല, വെറുതെ അങ്ങ് പറഞ്ഞു പോവല്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തിക്കൊണ്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഒരു മനുഷ്യൻ സാധാരണ ദിമഷ്കിൽ നിന്നും അദ്ദേഹം കച്ചവടാർത്ഥം ജബ്നാനിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ യാത്രയിൽ മറ്റൊരാൾ കൂടി അയാളുടെ വാഹനത്തിൽ കയറി. പോകുന്നത് ഒട്ടകപ്പുറത്താണ് അല്ലെങ്കിൽ കുതിരപ്പുറത്താണ്, എന്തുമായിക്കോട്ടെ. അങ്ങനെ പോകുമ്പോൾ അയാളുടെ കൂടെ കൂടിയെന്ന് മാത്രമല്ല, പോകുന്ന വഴിയിൽ ഇടക്ക് വെച്ച് ഇയാൾ റൂട്ട് മാറ്റി വിട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്നെ കൊണ്ടുപോയി, നമുക്കിത് എളുപ്പ വഴി ഇതാണ്, വേഗത്തിൽ എത്താനുള്ള മാർഗം ഇതാണെന്ന് പറഞ്ഞ് വഴി തെറ്റിച്ചു വിട്ടു. അങ്ങനെ കൊണ്ടുപോയി കുറെ കഴിഞ്ഞ് വന്നപ്പോൾ വലിയൊരു മലഞ്ചെരുവിൽ ആരുമില്ലാത്ത വിജനമായ പ്രദേശത്തെത്തിയപ്പോൾ ഇയാൾ താഴേക്ക് ചാടിയിറങ്ങുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാൾ ഊരിയിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഇയാളുടെ എല്ലാ സാധനങ്ങളും അപഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ നിങ്ങൾ വിട്ടോളൂ, എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല, എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ആ മുതലൊക്കെ ഏതായാലും ഞാൻ എടുക്കും, പക്ഷേ എനിക്കിപ്പോൾ ഉദ്ദേശം നിന്നെ കൊല്ലനാണ്. നിന്നെ കൊന്നിട്ട് പോയാൽ ഈ തെളിവില്ലാത്ത വിധം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
അപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഒരു വിളി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ ദ്വാരക്കണ്ട താമസം കുതിരപ്പുറത്തതാ ഒരാൾ വരുന്നു. അയാളുടെ കയ്യിൽ ഒരു യുദ്ധായുധമുണ്ട്. ഈ അക്രമിയായ മനുഷ്യനെ ആ വന്ന ആള് ശരിയാക്കിയിട്ട് പോകുന്ന സമയത്ത് ഈ ദുആ ചെയ്ത മനുഷ്യൻ ചോദിക്കുന്നുണ്ടോ, നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോ വന്ന ആള് പറയുന്നു, അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. നീ അള്ളാഹുവിനെ വിളിച്ചപ്പോ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മനുഷ്യപ്പറ്റുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ആ സമയം സഹായം ചോദിച്ചപ്പോൾ അള്ളാഹു താല സഹായിച്ചു. ആ സഹായത്തിന് ചിലപ്പോൾ അഭൗതികമായ കാര്യങ്ങളുണ്ടാവാം, ഭൗതികമായ കാരണങ്ങളുണ്ടാവാം, പലതും ഉണ്ടാവാം. എങ്ങനെയാണോ അള്ളാഹു സഹായിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നോക്കൂ, എത്രയോ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് വേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ